ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എക്സാമിനൊക്കെ ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, അടിപൊളിയായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അറ്റോമിസിറ്റി ഓഫ് ആൻ എലമെന്റ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനും പ്ലസ് അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചാലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. റെഡി? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ അറ്റോമിസിറ്റി ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്. സൾഫറിന്റെയും ഫോസ്ഫറസിന്റെയും അറ്റോമിസിറ്റി ആണ് എന്റെ മക്കളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കുക, എന്താണ് അറ്റോമിസിറ്റി എന്ന് പറയാ. അതിന് മുമ്പ് ആൻസർ ഒന്ന് ജസ്റ്റ് മിസ് പറഞ്ഞത് കേട്ടോ. സൾഫറിന്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ S8, അപ്പൊ 8 എണ്ണാണ്. അതേപോലെ ഫോസ്ഫറസിന്റെ P4 എന്നാണ് പറയാ, 4 എണ്ണാണ് ഉള്ളത്. അപ്പൊ അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ആറ്റംസ് എത്രത്തോളമാണ് ഉള്ളത് അതിനെയാണ് അതിന്റെ അറ്റോമിസിറ്റി എന്ന് പറയാ. അപ്പൊ സൾഫർ എന്ന് പറഞ്ഞാൽ S8 എന്ന് എഴുതാനുള്ള റീസൺ എന്താ? 8 എണ്ണം കൂടി ചേർന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലേ. സോ 8 ആറ്റംസ് അതിനകത്തുള്ളേ, അതുകൊണ്ട് അതിന്റെ അറ്റോമിസിറ്റി 8 ആയിരിക്കും. ഇപ്പൊ ഫോസ്ഫറസ് എന്ന് പറയുന്ന സാധനം P പറഞ്ഞ 4 എണ്ണം, 4 Pകൾ കൂടി ചേർന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് P4 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. റെഡി? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റോമിസിറ്റി ഇസ് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ദ എലമെന്റ്. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ കേസ് പറയുമ്പോൾ ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ആണോ അടങ്ങിയിട്ടുള്ളത് അതിനെയാണ് അതിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കൺസിഡർ ചെയ്താൽ H എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്നേ ഉള്ളൂ, H1. നമ്മൾ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ. സോ അതിനകത്തുള്ള ആറ്റം ഒന്നാണ്. പക്ഷെ H2 എന്ന് പറയുന്നതോ ആ മോളിക്യൂളിനകത്ത് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ മടിയുള്ള ഒരാളായതുകൊണ്ട് മറ്റൊരാളെ കൂടെ കൂട്ടിപ്പിടിച്ചു. ദാറ്റ് മീൻസ് 2 ആറ്റംസ് കൂടി ചേർന്നു. സോ 2 ആണ് അതിന്റെ അറ്റോമിസിറ്റി. ഇനി നോക്കുക, O2 ആണെങ്കിൽ എന്താ മക്കളെ? 2 ആണ്. ഇനിയിപ്പോ O3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓസോൺ ആണ് അല്ലേ. അപ്പൊ എന്താ അതിന്റെ അറ്റോമിസിറ്റി വരിക? 3 ഓക്സിജൻസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന അല്ലേ. അങ്ങനെയാണ് നമ്മൾ അറ്റോമിസിറ്റി കണ്ടുപിടിക്കുക. അത് 3 നമുക്ക് പറയുന്ന സമയത്ത് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മോണോ, ഡൈ, ട്രൈ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്താണ് മോണോ അറ്റോമിക്, എന്താ ഡയാറ്റോമിക്, എന്താ ട്രയാറ്റോമിക്, അത് നമ്മൾ പഠിക്കണം. മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ സംഭവം സിമ്പിൾ ആണ്. മോളിക്യൂൾ വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾ. നമ്മൾ മോൺസ്റ്റർ എന്നൊക്കെ പറയില്ലേ. മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ പവർഫുൾ ആയിരിക്കും. അതേപോലെ മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒറ്റ എണ്ണേ ഉള്ളൂ, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആണെങ്കിൽ, ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് മോണോ അറ്റോമിക് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീലിയം, നിയോണ്, ആർഗൺ എന്നൊക്കെ പറയുന്നവനൊക്കെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാന്നൊക്കെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നവന്മാരാ. കാരണം അമ്മമാരൊക്കെ ഏറ്റവും അറ്റത്താണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പൊ അമ്മമാർക്കൊന്നും കാര്യം പറഞ്ഞാൽ എന്താണ്, ഒന്നിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നോളാം, ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാന്ന് പറഞ്ഞ പോലെ മോണോ അറ്റോമിക് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റാഡോൺ ഒക്കെ പറയുന്നവർ. സെറ്റ്. രണ്ടാമത്തേത് ഡയാറ്റോമിക്. പേര് തന്നെ ഉണ്ട്. ഡൈ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക 2 ഡബിളാന്ന് ആലോചിക്കുക. സോ 2 ആറ്റംസ് കൂടി ചേർന്നാലാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാ. മോളിക്യൂൾ വിത്ത് 2 ആറ്റംസ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ H2, N2, O2 എന്നൊക്കെ പറയുന്ന മാലൊക്കെ എന്താണ്? 2 പേര് കൂടി ചേർന്നത്. അപ്പൊ നമ്മൾ പറയില്ലേ ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവന്മാർ ഭയങ്കര ബെസ്റ്റീസ് ആണെന്ന് ആലോചിക്കുക. ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കേട്ടോ. സോ ഓക്കെ, എലമെന്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡയാറ്റോമിക് ആണ് F2, O2, N2, H2 എന്നൊക്കെ പറയുന്നതിനുള്ള എക്സാമ്പിൾ. പിന്നെ അപ്പൊ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്. മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ, 2 പേരായിട്ട് നിന്നാൽ ഡബിൾ ആയി അല്ലേ. സോ ദാറ്റ് മീൻസ് 2. നോക്കുക, 2 ആറ്റംസ് ആണെങ്കിൽ ഡയാറ്റോമിക്, ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണെങ്കിൽ മോണോ അറ്റോമിക്. സിമ്പിൾ ആയിട്ട് ഒരൊറ്റ പിക്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് പോളി അറ്റോമിക്. കോമൺ ആയിട്ട് 3, 4, 5 ഒക്കെ ആറ്റംസ് കൂടി ചേർന്ന മോളിക്യൂൾസിനെ നമുക്ക് പറയാൻ പറ്റും പോളി അറ്റോമിക്. എന്ന് വെച്ചാൽ പോളി എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂടിയതാ. ശരിക്കും വേണമെങ്കിൽ 3 എണ്ണമാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ 3 എണ്ണം കൂടിയവനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവനെ ട്രൈ അറ്റോമിക് എന്ന് പറയാം. ട്രൈ അറ്റോമിക്. ഇനിയിപ്പൊ 4 എണ്ണം, ഇപ്പൊ P4 പോലെ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ 4 എണ്ണമാണ് ആ മോളിക്യൂളിന്റെ അകത്ത് ഉള്ളതെന്നാണെങ്കിൽ ടെട്രാ എന്ന് പറയാൻ പറ്റും. ടെട്രാ അറ്റോമിക് അല്ലെങ്കിൽ ട്രയാറ്റോമിക് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ കോമൺ ആയിട്ട് ഇവന്മാരെ നമുക്ക് പോളി അറ്റോമിക് എന്ന് പറയാം. മോളിക്യൂൾ വിത്ത് മോർ ദാൻ 2 ആറ്റംസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പോളി അറ്റോമിക്. സോ പോളി എന്ന് പറഞ്ഞാലും സെറ്റാ. 8 എണ്ണം S8 എന്ന് പറഞ്ഞാൽ എന്താ? 8 എണ്ണം കൂടി ചേർന്നതാ. അപ്പൊ അതും പോളി അറ്റോമിക്കിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആർഗൺ, ഹീലിയം എന്നൊക്കെ പറയുന്നത് മോണോ അറ്റോമിക്, HEAR ഒക്കെ അല്ലേ. O2, H2,
N2Cl2 എന്നൊക്കെ പറഞ്ഞത് 2 എണ്ണമാണ്, ഡയാറ്റോമിക് ആണ്. ഫോസ്ഫറസ് P4 ആയതുകൊണ്ട് ടെട്രാ ആറ്റോമിക് ആണ്. ടെട്രാ എന്നാണ് നമ്മൾ 4 എണ്ണം കൂടിയതിനെ പറയാം അല്ലെ, അങ്ങനെ പറയാം. സൾഫർ എന്ന് പറഞ്ഞാൽ S8 ആയതുകൊണ്ട് പോളി അറ്റോമിക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 കൂടുതലുള്ള പോളി എന്ന് എഴുതിയാലും സെറ്റൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ട്രയാറ്റോമിക്, ടെട്രാറ്റോമിക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് ഒന്ന് ആൻസർ ചെയ്യാം. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക് ആണെങ്കിൽ ഓസോൺ എന്ന് പറഞ്ഞാൽ ഏത് അറ്റോമിക്കാ? കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, പക്ഷെ നമ്മളിത് ആൻസർ ചെയ്യണമെങ്കിൽ ആ കോൺസെപ്റ്റ് ആണ് അല്ലേ. എന്താ മക്കളെ, ഓസോൺ O3 ആണ് എന്ന് വെച്ചാൽ O3 എന്ന് പറയുമ്പോൾ ട്രയാറ്റോമിക് ആണ് എന്ന് പറയാൻ പറ്റും. ഒരു ട്രയാങ്കിൾ മനസ്സിലാലോചിച്ചാൽ മതി. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡിലുള്ള സാധനത്തിനാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാ. അതുപോലെ ഓന്റെ കേസ് പറയുമ്പോൾ 3 ഓക്സിജൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചോ ട്രൈ ആറ്റോമിക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. സെറ്റ് അല്ലേ? അപ്പൊ നമ്മളൊരു കോൺസെപ്റ്റും പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻസും പഠിച്ചു. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സെറ്റ് ആക്കുക, റെഡി ആക്കുക. അപ്പൊ ബൈ, വീണ്ടും കാണാം. ബൈ.